കോടതി ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി മുഖവിലേക്കെടുത്തു? പൂജ, കോടതി ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് വിശദമാക്കുന്നത്. ആ കോടതി ഉത്തരവിന്റെ വിശദമായ പകർപ്പ് 22 പേജുള്ള ഒരു ഉത്തരവാണ് കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങളും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളും കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു, അതുപോലെ തന്നെ പരസ്പര ധാരണയിലുള്ള ബന്ധമായിരുന്നു എന്നതടക്കമാണ്. മാത്രമല്ല പ്രോസിക്യൂഷൻ പക്ഷേ അതിനെ കർശനമായി തന്നെ എതിർത്തിട്ടുണ്ട്. അതിൽ കോടതി ഇപ്പോൾ കാണുന്നത്, അതായത് ജയപ്രകാശ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അനദർ എന്ന് പറയുന്ന 2012 ഒരു കേസ്, അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്, കൺസിഡറിംഗ് ദ സീരിയസ് അലിഗേഷൻ അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ ആൻഡ് ദി ഗ്രാവിറ്റി ഓഫ് ദി ഓഫൻസ്, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഗ്രാൻഡിംഗ് ദ പെറ്റീഷണർ വിത്ത് ആൻ ഓർഡർ ഓഫ് പ്രീ അറസ്റ്റ് bail will adversely affect the investigation. If an order of pre-arrest bail is granted, he is likely to influence the witness and tamper with the evidence. Considering all these aspects, this court is not inclined to grant an order of pre-arrest bail to the petitioner. In the result, the petition is dismissed എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇഴകീറി പരിശോധിച്ചു കോടതി എന്നുള്ളത് നമുക്ക് ഈ ഓർഡറിന്റെ മുഴുവൻ ഭാഗങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാകും. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ചില വിവരങ്ങളുണ്ട്. അതായത് എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചതെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വകുപ്പുകൾ, അതുപോലെ തന്നെ അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതിന് അടക്കം വിശദമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവിലേക്ക് കോടതി, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത്, ഈ പരാതിക്കാരി ഒരു മാരീഡായിട്ടുള്ള ആളാണ്, അതുപോലെ തന്നെ ഈ ഹർജിക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അത് അതായത് പരസ്പര ധാരണ പ്രകാരമുള്ള ബന്ധമായിരുന്നു. പക്ഷേ ദർ ഈസ് നോ ഇൻഗ്രീഡിയൻസ് ടു അട്രാക്ട് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 64 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം കോടതി ഉത്തരവിൽ പറയുന്നത്, ഈ പെൺകുട്ടി ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിൽ ഈ ഹർജിക്കാരൻ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദി കംപ്ലൈൻറ്റ്, അതായത് തനിക്കെതിരെയുള്ള കംപ്ലൈൻറ്റ് അത് വളരെ ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പ്രഷർ കൊണ്ടാണ്, അതിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉത്തരവിന്റെ പകർപ്പ്, അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ മുന്നിലേക്ക് വെച്ച വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയിരിക്കുകയാണ്.